അപ്പോഴേ നാളെയാണ് തിരഞ്ഞെടുപ്പ്. നമ്മുടെ അടുത്ത 5 വർഷക്കാലം നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുവാൻ പോകുന്ന സർക്കാർ ആര് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുവാൻ പോവുകയാണ്. അങ്ങനെയുള്ളപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മളെ ദ്രോഹിച്ച സർക്കാരിന്റെ കെടുതികൾ നമുക്കൊന്ന് ഓർത്തെടുക്കണ്ടേ? ഓർക്കുന്നില്ലേ? PSC പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷവും ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ഭിക്ഷയാചിച്ചും കയ്യിൽ കർപ്പൂരമേന്തിയും ഒക്കെ സെക്രട്ടേറിയറ്റിലേക്ക് ചെന്നിട്ട് നമ്മളെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷം ശിവരഞ്ജിത്തിനെയും നസീമിനെയും പോലുള്ള SFIക്കാർക്ക് പിൻവാതിലൂടെ ലക്ഷക്കണക്കിന് പാർട്ടിക്കാരെ തിരികെ കയറ്റിയ സർക്കാരെ നമുക്ക് മറക്കുവാൻ കഴിയും? ഉപ്പിനും മുളകിനും തൊട്ട് അവശ്യ സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റം സൃഷ്ടിച്ച ഒരു സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും പേരിൽ നടത്തുന്ന കൊള്ള കൂടാതെ ഇവിടുത്തെ സംസ്ഥാന ടാക്സിന്റെ പേരിലുള്ള എക്സ്ട്രാ കൊള്ളയും അതുകൂടാതെയുള്ള സെസ് എന്ന പേരിൽ പെൻഷൻ കൊടുക്കുവാനെന്ന വ്യാജേന നടത്തിയ അധിക കൊള്ളയും നമുക്ക് മറക്കുവാൻ കഴിയുമോ? എന്നിട്ട് പാവപ്പെട്ട പെൻഷൻ ബെനിഫിഷ്യറീസിന് പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. KSRTC ജീവനക്കാർക്ക് പെൻഷൻ കൊടുത്തോ? ഇല്ല. KSRTC കട്ടപ്പുറത്താക്കില്ലേ ആക്കി. അരിപ്പടി കൊണ്ട് നിർമ്മിച്ച സ്കൂളുകൾ ഇടിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ സ്കൂളുകളെ കേരളത്തിന്റെ ലഹരി മാഫിയ കയ്യേറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത പോലീസിന്റെ നിസ്സഹായാവസ്ഥ നമ്മൾ കണ്ടു. ആ പോലീസ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഹെൽമറ്റ് വെക്കാതെ പോകുന്ന ചെറുപ്പക്കാരെ ലാത്തിക്കെറിഞ്ഞ് വീഴ്ത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് പോയ വരാപ്പുഴയിലെ ശ്രീജിത്തിനെ നെടുങ്കണ്ടത്തെ രാജ്കുമാറിനെ ഉരുട്ടിക്കൊന്ന പോലീസിനെ നമ്മൾ കണ്ടു. മൊബൈൽ മോഷ്ടിച്ചു വന്ന വ്യാജന ഒരു പിഞ്ചു കുഞ്ഞെ അപമാനിച്ച പിങ്ക് പോലീസിന്റെ ക്രൂരതയും നമ്മൾ കണ്ടിട്ടുണ്ട്. നക്സൽ വേട്ടയുടെ പേര് പറഞ്ഞ് പാവപ്പെട്ട ആദിവാസികൾക്ക് നേരെ നടത്തിയ പോലീസുകാരുടെ ക്രൂരമായ ലാത്തി ചാർജും അതുപോലെ തന്നെയുള്ള എൻകൗണ്ടറുകളും കേരളം സാക്ഷ്യം വഹിച്ചു. വർഗീയത പറയുന്നവരെ ഒപ്പം കൂട്ടി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ ഒരു വർഗീയവാദിയായി മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. സ്ത്രീ സുരക്ഷയെ PR-ന് വേണ്ടിയിട്ടും രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുവാനും വേണ്ടി മാത്രം ഉപയോഗിക്കുകയും യഥാർത്ഥ സ്ത്രീ സുരക്ഷ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്ത സർക്കാർ. പകലന്തിയോളം പണിയെടുക്കുന്ന പാവപ്പെട്ട ആശാവർക്കർക്കും അംഗനവാടി ജീവനക്കാർക്ക് മിനിമം ശമ്പളം പോലും കൊടുക്കാതെ അവരെ സെക്രട്ടേറിയറ്റിലേക്ക് സമരത്തിന് വർഷങ്ങളോളം പറഞ്ഞുവിട്ട സർക്കാർ. ഒരുപാട് സ്വപ്നങ്ങളുമായി പഠിക്കുവാനായി ചുരം കയറി ചെന്ന സിദ്ധാർത്ഥനെ ഉരുട്ടിക്കൊന്ന SFIക്കാരന്റെ ഇടിമുറികളെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയും. വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലിന് ശവമഞ്ചം ഒരുക്കുകയും മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിക്കുകയും ചെയ്ത SFIക്കാരന്റെ ഗുരുതെന്ന് നമുക്ക് മറക്കുവാൻ കഴിയും. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ബാലറ്റ് വിഴുങ്ങുന്ന SFIക്കാരെ നമുക്ക് മറക്കുവാൻ കഴിയും. പാവപ്പെട്ടവന് ലൈഫിലൂടെ വീട് നൽകാതിരിക്കുകയും മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിന് ക്ലിഫ് ഹൗസിൽ 42 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്ത സർക്കാരിന്റെ ദൂർത്തും ഇരട്ടത്താപവും നമുക്ക് മറക്കുവാൻ കഴിയും. പാർട്ടി അനുഭാവി ആയിരുന്നിട്ട് കൂടി ADM നവീൻ ബാബുവിനെ ക്രൂരമായി അധിക്ഷേപിച്ച് കൊലപ്പെടുത്തിയ CPM നേതൃത്വത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. CPMകാർ സമരം ചെയ്ത് പൂട്ടിച്ച കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയുമോ? ആന്തൂർ സാജനെ കൊന്നതിന് ശേഷം ആ സാജന്റെ ഭാര്യയെ പോലും അധിക്ഷേപിച്ച് നമുക്ക് മറക്കുവാൻ കഴിയും. ശരത് ലാലിനെയും കൃപേഷിനെയും ഷുഹൈബിനെയും അരിയിൽ ഷുക്കൂറിനെയും കൊന്നൊടുക്കിയ CPMന്റെ നരാധമ രാഷ്ട്രീയത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. അഭിമന്യുവിനെ മറന്ന് SDPIയുമായിട്ട് കൂട്ടുകൂടുകയും ധൻരാജനെ മറന്ന് RSSുമായി കൂട്ടുകൂടുകയും ചെയ്ത CPMന്റെ വർഗീയ രാഷ്ട്രീയ പ്രീണനത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. 2016 കേരളത്തിന്റെ ആകെ കടം 1,60,000 നിന്ന് 2026 ആകുമ്പോഴത്തേക്കും 4,60,000 വർദ്ധിപ്പിച്ച് കേരളത്തെ കടക്കണിയിലേക്ക് തള്ളിവിട്ട കേരള സർക്കാരിന്റെ സാമ്പത്തിക ദൂരത്തിനെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയും. വെള്ളക്കരം വർദ്ധിപ്പിച്ച, വീട്ടുകരം വർദ്ധിപ്പിച്ച, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച, ബസ് ചാർജ് വർദ്ധിപ്പിച്ച, കോർട്ട് ഫീസ് ചാർജ് വർദ്ധിപ്പിച്ച, ബർത്ത് സർട്ടിഫിക്കറ്റ് തൊട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെയുള്ള എല്ലാ സേവനങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിച്ച ഈ സർക്കാരിന് നമുക്ക് മറക്കുവാൻ കഴിയും. കാട്ടാനകളും കാട്ടുമൃഗങ്ങളും നാട്ടിലിറങ്ങി മനുഷ്യന്മാരെ പട്ടാപ്പകൽ ചവിട്ടിക്കൊല്ലുന്ന കാഴ്ച നമുക്ക് മറക്കുവാൻ കഴിയും. കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യന്റെ കൃഷിയെ നശിപ്പിക്കുന്ന കാഴ്ച, ആ കാഴ്ചയെ നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കുന്ന സർക്കാരിന്റെ മനോഭാവത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയ മുഖ്യമന്ത്രിയുടെ വലങ്കൈയായ ശിവശങ്കറിനെയും ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയ മുഖ്യമന്ത്രി ഇടങ്കൈയായ പത്മകുമാറിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? സ്വർണ്ണക്കടത്തിനെ നമുക്ക് മറക്കുവാൻ കഴിയും. ശബരിമലയിലെ വിശ്വാസികളെ വേദനിപ്പിച്ച, ക്രിസ്തുമത വിശ്വാസികളെ വേദനിപ്പിച്ച, ഇസ്ലാം മത വിശ്വാസികളെ വേദനിപ്പിച്ച, വിശ്വാസത്തെ തന്നെ വേദനിപ്പിച്ച ഒരു സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയും. ചരിത്രത്തിലാദ്യമായി ശമ്പളം കൊടുക്കാത്ത സംസ്ഥാന സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ച സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ KSRTC ജീവനക്കാർ ആത്മഹത്യ ചെയ്തെന്ന് നമുക്ക് മറക്കുവാൻ കഴിയുമോ? കൃത്യമായി 1-ാം തീയതി ശമ്പളം കിട്ടാത്ത KSRTC ജീവനക്കാരെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? സ്വിഫ്റ്റ് കമ്പനി ഏൽപ്പിച്ച് KSRTC കട്ടപ്പുറത്താക്കിയ സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? വയനാട് ദുരന്തത്തിന്റെ മറവിൽ ഊരാളുങ്ങൾ എന്ന് പറയുന്ന വെള്ളാനെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയ തീവട്ടിക്കൊള്ളയെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയുമോ? ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ നിന്ന് കത്രിക എടുക്കുവാൻ മറന്നതും കൂട്ടിരിക്കുവാൻ പോയ ബൈസ്റ്റാൻഡർ കെട്ടിടം ഇടിഞ്ഞു വീണു മരിച്ചതും ആശുപത്രിയിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ ആരോ വന്ന് കുത്തിക്കൊന്നതും ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും വലിയ നട്ടലായ നഴ്സുമാർ സ്ഥിരമായി സമരം ശമ്പളത്തിന് വേണ്ടി ചെയ്യേണ്ടി വരുന്നതുമൊക്കെ ആരോഗ്യ മേഖലയിലെ സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. മരുന്നില്ലാത്ത മെഡിക്കൽ കോളേജും ശസ്ത്രക്രിയ മുടങ്ങിയ ICUവുമെല്ലാം നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചകളായി മാറുമ്പോൾ ആരോഗ്യവകുപ്പ് എന്ത് ചെയ്തു എന്ന കാഴ്ച നമ്മൾ ഓർക്കണ്ടേ? ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾക്ക് കോവിഡ് ബാധിച്ച സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയ, ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ കോവിഡ് ബാധിച്ച് മരിച്ച സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയ, ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് ഡെത്തുകൾ മറച്ചുപിടിച്ച സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമ്പോഴും കോവിഡിന്റെ മറവിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നമുക്ക് മറക്കുവാൻ കഴിയും. ബ്രൂവറി, ഡിസ്റ്റിലറി അഴിമതി ഉൾപ്പെടെ, സ്പ്രിംഗ്ലർ അഴിമതി ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ നമുക്ക് മറക്കുവാൻ കഴിയുമോ? കേരളത്തിനെ ടൂറിസം മാപ്പിൽ പുതിയൊരിടം കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് ലോക ഭൂപടത്തിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിച്ച ഈ സർക്കാരിന്റെ കെടുതികളെ നമുക്ക് മറക്കുവാൻ കഴിയും. ഡാം തുറന്നുവിട്ട് കേരളത്തെ പ്രളയത്തിൽ മുക്കി കൊല്ലുവാൻ ശ്രമിച്ച സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയും. കേരളത്തിലെ സ്കൂൾ കായിക താരങ്ങൾക്ക് അവശ്യ സൗകര്യങ്ങൾ ചെയ്യാത്തതു തൊട്ട് കായിക പ്രതിമികളെ ആകെ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറ്റിച്ചത് അടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ കായിക മേഖലയോടുള്ള അവഗണന നമുക്ക് മറക്കുവാൻ കഴിയും.
വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ കഴിയാത്ത, സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിലേക്ക് എത്തിക്കുവാൻ കഴിയാത്ത സപ്ലൈകോ വകുപ്പിനെ നമുക്ക് മറക്കുവാൻ കഴിയും. കേരളത്തിലെ റെയിൽവേ ട്രാക്കുകളുടെ വളവൊന്ന് നിവർത്തുവാൻ പോലും സാമ്പത്തികമോ സൗകര്യമോ ഇല്ലാത്തൊരു സർക്കാർ, കേരളത്തിന് ഒരിക്കലും പാരിസ്ഥിതികമായി അനുകൂലമല്ലാത്ത, വരാൻ കഴിയാത്തൊരു കേരളിന്റെ പേരിൽ അടുക്കളയിലെ അടുപ്പിൽ വരെ പോയി മഞ്ഞക്കല്ല് സ്ഥാപിച്ചതും ആ മഞ്ഞക്കല്ലിന്റെ പേരിൽ പാവപ്പെട്ട സ്ത്രീകളെ അടക്കം റോഡിലൂടെ വലിച്ചഴിച്ചതുമായിട്ടുള്ള ക്രൂരതകൾ നമുക്ക് മറക്കുവാൻ കഴിയും. കെ ഫോണും AI ക്യാമറകളും തൊട്ടുള്ള പരിഷ്കാരങ്ങളുടെ പിന്നിൽ നടത്തിയ അഴിമതി നമുക്ക് മറക്കുവാൻ കഴിയും. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കൊണ്ടുവന്ന കൊച്ചി മെട്രോയും വിഴിഞ്ഞം അന്താരാഷ്ട്ര ടെർമിനലും കണ്ണൂർ വിമാനത്താവളവും സ്മാർട്ട് സിറ്റിയും അടക്കമുള്ള വമ്പൻ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുവെന്നല്ലാതെ ഈ സർക്കാരിന്റെ കാലത്തായി ഒരൊറ്റ വലിയ പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിയാതെ കേരളത്തിന്റെ ഭാവിയെ ഇരുട്ടിലാക്കി മാറ്റിയ സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയില്ല. 10 കൊല്ലക്കാലം കൊണ്ട് ഈ നാടിനെ കുളം തോണ്ടിയ ഒരു കൊള്ളരുതാത്ത സർക്കാരിന്റെ കൊള്ളയെപ്പറ്റി പറയാൻ പോയാൽ ഇനിയും ദിവസങ്ങൾ ഒരുപാട് വേണ്ടിവരും. നമുക്ക് അത്രയും സമയമില്ല. ആ കൊള്ളരുതാത്ത സർക്കാരിനെതിരായിട്ടൊന്ന് സമരം ചെയ്ത സമരക്കാരെ തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐയുടെയും പോലീസിന്റെയും ഗുണ്ടകളോട് അത് ജീവൻ രക്ഷാ സേനയാണെന്ന് പറഞ്ഞ കേരള ചരിത്രത്തിലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധനായ, ഏറ്റവും ക്രൂരനായ, ഏറ്റവും അധികം കള്ളങ്ങൾ പറയുന്ന, ഏറ്റവും അധികം കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ആ പിണറായി വിജയനെ താഴെ ഇറക്കുവാൻ കിട്ടുന്ന സുവർണാവസരമാണ് നാളെ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലേക്ക് വന്നു ചേരുന്നത്. വോട്ട് ഓർമ്മയാണ്, ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സർക്കാർ നമ്മളെ എങ്ങനെയെല്ലാം ദ്രോഹിച്ചു എന്നുള്ളതായിരിക്കണം. ഓർമ്മ പെടുത്തൽ എന്ന് പറയുന്നത് വരാൻ പോകുന്ന 5 കൊല്ലക്കാലം ഈ സർക്കാർ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വോട്ട് വളരെ ബോധപൂർവം ആലോചിച്ചുറപ്പിച്ച് വിവേകത്തോടു കൂടി തന്നെ ചെയ്യാം. ആ ചെയ്യുന്ന വോട്ട് UDF-നൊപ്പമാകട്ടെ. UDF നയിക്കും, കേരളം ജയിക്കും.